24 hours നമ്മൾ സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ, നമ്മളൊരു ഫാസ്റ്റിംഗ്, ലിംഗ്വിസ്റ്റിക് ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മെൻ്റൽ ക്ലാരിറ്റി നല്ല പോലെ ഇമ്പ്രൂവ് ആവുമെന്നാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. പോയിന്റ് നമ്പർ 1, നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് സ്പീച്ച്, സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു ഫ്രീ കമ്മോഡിറ്റി ആയിട്ടാണ്. അത് പ്രത്യേകിച്ച് ചിലവൊന്നുള്ള പരിപാടിയല്ല എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല. നമ്മുടെ ബ്രെയിനാണ് നമ്മളുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു പാർട്ട്. അതിൽ തന്നെ സ്പീച്ചിന് വേണ്ടി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ബ്രെയിൻ ഈസ് ടേക്കിംഗ് എ ലോട്ട് ഓഫ് എനർജി. അത് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റി അല്ല. നമ്മളൊരാളോട് സംസാരിക്കുന്ന സമയത്ത് അയാളുടെ റിയാക്ഷൻ നമ്മളുടെ സംസാരത്തിനനുസരിച്ച് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷനിലാണ് നമ്മളെപ്പോഴും വാക്കുകൾ ഡെലിവർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഓഫീസിലിരിക്കുന്ന സമയത്ത് ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കൂടെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ ആ ദേഷ്യം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുമ്പോൾ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടാവുക. അതേ വാക്കുകളായിരിക്കില്ല വീട്ടിൽ അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരടുത്തോ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ. സോ ഓരോ സിറ്റുവേഷനിലും ലിസണറിനെ ബേസ് ചെയ്ത്, നിങ്ങളുടെ വാക്കുകൾ കേൾക്കുന്ന ലിസണറിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ മാറ്റി മാറ്റി ഉപയോഗിക്കുന്നതിന് ബ്രെയിൻ ഒരുപാട് കൊഗ്നിറ്റീവ് ലോഡ് എടുക്കുന്നുണ്ട്. നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ക്യൂരിയസ് ആയി നിൽക്കുന്നത് അയാൾ നമ്മൾക്ക് തരുന്ന ഇൻഫർമേഷനെ ആക്റ്റീവ്ലി ഗ്രാസ്പ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ എന്തറിയാം, എനിക്ക് ആ ഒരു ടോപ്പിക്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിയും എന്നുള്ളത് പ്രൂവ് ചെയ്ത് സംസാരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുന്നത്. പക്ഷേ നിങ്ങളൊരു 24 hours സംസാരിക്കാതെ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് നിങ്ങളൊരു ആക്റ്റീവായിട്ടുള്ള ഒരു അടിപൊളി ലിസണറായിട്ട് മാറും. മറ്റുള്ള ആളുകൾ സംസാരിക്കുന്ന കാര്യത്തെ ഗ്രാസ്പ് ചെയ്ത് അത് കേൾക്കാൻ തക്കവണ്ണം പേഷ്യൻസ് നിങ്ങൾ ബിൽഡ് ചെയ്യും. ഇങ്ങനെയുള്ള പേഷ്യൻസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആളുകളുമായി കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഡീപ്പ് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഒത്തുകൂടി വൈകുന്നേരത്ത് ഒരു ചായ കുടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കോൺവെർസേഷൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആവാൻ നോക്കുന്നതിലുപരി നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരു സങ്കടം പറയുകയാണെങ്കിൽ എത്രത്തോളം എത്രത്തോളം പ്രശ്നമുണ്ട് അവനെന്നുള്ളത് മനസ്സിലാക്കാനും, ഇനി അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യത്തെപ്പറ്റി അവരുടെ ലൈഫിൽ നടന്നതിനെപ്പറ്റി അവർ പറയുന്ന സമയത്ത് അവരുടെ കണ്ണുകളിൽ ആ എക്സൈറ്റ്മെൻറ്റ് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിയും നിങ്ങൾ ബിൽഡ് ചെയ്യും. ഈ 24 hours നിങ്ങൾ സംസാരിക്കാതെ ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ. നിങ്ങളും നിങ്ങളുടെ ഒരു സുഹൃത്തുകൂടെ ഒരു കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്യുക. പെട്ടെന്ന് ഒരാൾ ബൈക്കിൽ ട്രാഫിക് റൂൾസ് ഒന്നും ഫോളോ ചെയ്യാതെ നിങ്ങളുടെ തൊട്ടടുത്തോട് ഓവർടേക്ക് ചെയ്തു, ജസ്റ്റ് ഒരു ആക്സിഡൻറ്റ് മിസ്സായി പോയെന്ന് സങ്കല്പിക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും? എവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കുന്നത്, കണ്ടില്ലേ അവൻ പോയത് എന്ന് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനോട് പറയും. പക്ഷേ നിങ്ങളൊരു ഫാസ്റ്റിങ്ങിലാണ്, നിങ്ങൾ സംസാരിക്കില്ല എന്നുള്ള ഫാസ്റ്റിങ്ങിലാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഇമോഷനെ, നിങ്ങൾക്ക് തോന്നിയ ആ ഒരു ആങ്കറിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പ്രോസസ്സ് ചെയ്യും. എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ്, എൻ്റെ പീസ് ഓഫ് മൈൻഡിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ മാത്രം വലിയൊരു സംഭവമാണോ അത്? നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റോ ഇമോഷൻ, നിങ്ങൾക്ക് വന്ന ആ ഒരു ദേഷ്യത്തിനെ നിങ്ങൾ തന്നെ സ്വയം ഡൈജസ്റ്റ് ചെയ്യും. നിങ്ങൾ തന്നെ ആ ഇമോഷനെ പ്രോസസ്സ് ചെയ്യും. വാക്കുകളിലൂടെ ആ ദേഷ്യം നിങ്ങൾ പ്രകടിപ്പിക്കാതെ നിങ്ങളുടെ ആ ഇൻറ്റൻസ് ആങ്കർ, ദേഷ്യത്തിനെ നിങ്ങൾക്ക് തന്നെ പ്രോസസ്സ് ചെയ്യാനും, എനിക്ക് ദേഷ്യം വരാൻ മാത്രം സില്ലി ആയിട്ടുള്ളൊരു സംഭവത്തിൽ ദേഷ്യം വരേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യും. കുറച്ചുകൂടെ മെൻ്റൽ ക്ലാരിറ്റിയോട് കൂടി നിങ്ങൾക്ക് ആ ഇമോഷനെ പ്രോസസ്സ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നിങ്ങൾ ഫാസ്റ്റിങ്ങിലാണെങ്കിൽ ലഭിക്കും. ഇതുപോലെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു വേറെ എക്സാമ്പിളാണ് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നടക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം. നിങ്ങൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ടും വർക്ക് പ്ലേസിലുള്ള ഒരാളെ പറ്റി കംപ്ലീറ്റ്ലി കുറ്റം നിങ്ങളുടെ കൂട്ടുകാരനോട് ഒരു മണിക്കൂർ സംസാരിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയേക്കാം. പക്ഷേ നിങ്ങളുടെ ആ ഫീലിങ്സിനെയോ ഇമോഷൻസിനെയോ ഉള്ളിൽ നിന്ന് പ്രോസസ് ചെയ്യാൻ നോക്കുന്നില്ല. നിങ്ങളത് വാക്കുകളിലൂടെ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു, ടെമ്പററി സൊല്യൂഷൻ കിട്ടി. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ പിറ്റേ ദിവസം സെയിം വർക്ക് പ്ലേസിലേക്കാണ് പോകുന്നത്. ഇതേ ആളുകളെ തന്നെ ഹാൻഡിൽ ചെയ്യണം, ഇതേ ഇമോഷൻസ് തന്നെ ഹാൻഡിൽ ചെയ്യണം. സോ നിങ്ങൾ ഒരാളോട് നിങ്ങളുടെ ഇമോഷൻസ് വാക്കുകളിലൂടെ പറയുന്ന സമയത്ത് ഒരു ടെമ്പററി റിലീഫ് കിട്ടുമെങ്കിൽ പോലും അതിൻ്റെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ വരുന്നത് നിങ്ങൾ ആ ഒരു ഇമോഷനെ സെൽഫായി പ്രോസസ്സ് ചെയ്യുമ്പോഴും ഡൈജസ്റ്റ് ചെയ്യുമ്പോഴുമാണ്. ഇടയ്ക്കൊക്കെ 24 hours സംസാരിക്കാതെ ഫാസ്റ്റിംഗ് എടുക്കുന്ന ഒരാളെ നമുക്ക് കാലിബ്രേറ്റഡ് പേഴ്സൺ എന്നും
പെട്ടെന്ന് തന്നെ വരുന്ന ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന ആളെ നമുക്ക് റിയാക്റ്റീവ് പേഴ്സൺ എന്നും വിളിക്കാം. ഈ കാലിബ്രേറ്റഡ് പേഴ്സണും റിയാക്റ്റീവ് പേഴ്സണും ഒരു ചോദ്യത്തിന് റിയാക്ട് ചെയ്യുന്നത് രണ്ട് രീതിയിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം, നീ എന്തിനാ തീരുമാനം എടുത്തേ എന്ന് നിങ്ങളോട് ഒരാൾ ചോദിച്ചാൽ, റിയാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺ, ഫാസ്റ്റിംഗ് ഒന്നും എടുക്കാതെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ എന്താണോ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു ഡിഫെൻസീവ് മെക്കാനിസം വഴി എന്തെങ്കിലും ഒരു ആൻസർ പറയും. ഞാൻ ഇത് ചെയ്തത് അതുകൊണ്ടാണ്, ആ തീരുമാനം എടുത്തത് ഇന്ന റീസൺ കൊണ്ടാണെന്നൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടാവും. പക്ഷേ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ 3 to 4 seconds ഗ്യാപ്പ് കൊടുത്ത് ആ ക്വസ്റ്റ്യനെ റിയലായി മനസ്സിലാക്കി ഞാൻ ശരിക്കും ആ തീരുമാനം എടുക്കാനുള്ള റീസൺ എന്താണെന്നുള്ളത് അനലൈസ് ചെയ്തതിന് ശേഷമേ ആൻസർ ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ അവിടെ അച്ചീവ് ചെയ്യുന്നൊരു ക്വാളിറ്റി മെൻ്റൽ ക്ലാരിറ്റിയാണ്. നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങൾ ചോദിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തു എന്നുള്ളത് ഓൾറെഡി നിങ്ങൾ ബ്രെയിനിനെ പ്രോസസ് ചെയ്തതിന് ശേഷമാണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ, കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള വാക്കുകൾ വെച്ച് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനെയും ആൻസർ ചെയ്യാൻ പറ്റും. ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങൾ നാളെ മുതൽ ആരോടും സംസാരിക്കാതെ സ്വയം എല്ലാ വാക്കുകളും ഉള്ളിൽ വെച്ചിരിക്കണം എന്നുള്ളതല്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു 24 hours ഫാസ്റ്റിംഗ് ഒക്കെ സംസാരിക്കാതെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വയം നമ്മളുടെ ഉള്ളിലേക്ക് നോക്കാനും നമ്മളുടെ ഉള്ളിലുള്ള തോട്ട്സിനെയും ഇമോഷൻസിനെയും ഡീപ്പായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണത്. പുറത്തുള്ള എല്ലാ നോയ്സും കട്ട് ചെയ്ത് നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ ടോർച്ചടിച്ച് നമ്മളുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ നോക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് അതിനെ മാറ്റാൻ പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ കുറച്ചുകൂടെ മെൻ്റൽ ക്ലാരിറ്റി ലഭിക്കും എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ്. I will come up with the next video. Thanks for watching.